ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ 3 മീഡിയം സൈസ്ഡ് ക്യാരറ്റ്സ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ക്യാരറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഈ ക്യാരറ്റ്സ് ഒരു 50% വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കട്ടിയായി കിട്ടുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ക്യാരറ്റ്സ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് തണയാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, തണയുന്നതിനനുസരിച്ചിട്ട് ഇത് കൂടുതൽ തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് പാൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ജ്യൂസാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം പാൽ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ്. നിങ്ങൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ ജ്യൂസ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം.